ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടത്തോരൻ അല്ലെങ്കിൽ നത്തോലി. പലയിടത്തും പല പേരുകളാണ് പറയപ്പെടുന്നത്. അങ്ങനെ ചൂടയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന റെസിപ്പികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആവശ്യത്തിന് കൊച്ചുള്ളിയും കറിവേപ്പില, പച്ചമുളക്, തേങ്ങ തിരുമ്മിയത്. ഇനി അതിലേക്ക് വേണ്ടുന്ന പൊടികളും ഇടുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി, കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക. ഒത്തിരി അരയ്ക്കണ്ട. കഴുകി വൃത്തിയാക്കി ചൂടയിലേക്ക് ഇനി നമ്മളിപ്പോൾ ജസ്റ്റ് അരച്ച തേങ്ങ അരപ്പുണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ഇട്ട് തേങ്ങ തിരുമ്മിയതും കൂടി ഇതിലേക്ക് ഇടുക. എന്നിട്ട് ഇത് മൂന്നൂടെ മിക്സ് ചെയ്ത് നല്ലതുപോലെ പരട്ടിയെടുക്കുക. കറിവേപ്പിലയും പച്ചമുളകും അരിഞ്ഞത്, കുടംപുളി 2 അല്ലി, പിഴുപുളി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പുകൂടിട്ട് നല്ലതുപോലെ ഒന്നുകൂടെ പുരട്ടി ഇളക്കിയെടുക്കുക. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ അടുപ്പിൽ വെച്ച് പറ്റിച്ചെടുക്കുക. നത്തോലി തോരൻ്റെ വെള്ളമൊക്കെ നല്ലതുപോലെ പറ്റി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി എണ്ണയും കൂടി താളിച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ നത്തോലി തോരൻ റെഡിയായിരിക്കും. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. ഞങ്ങളുടെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ നത്തോലി തോരൻ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. ബായ്.